നമ്മുടെ സേഫ്റ്റി ഫീൽഡിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവിടെ യാതൊരു വിധത്തിലുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചിന്ത ഇപ്പം തന്നെ എടുത്ത് മാറ്റിക്കോ. ആ ഒരൊറ്റ ചിന്തയാണ് പലപ്പോഴും പല അപകടങ്ങൾക്കും കാരണമാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, വർഷങ്ങളോളം നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽഡിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലതായിട്ട് അറിയാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് നമ്മൾക്കിടയിൽ സാധാരണയായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? പക്ഷേ അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു സ്ഥിതി എന്ന് പറഞ്ഞത്. കാരണം ആ സമയത്താണ് ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വലിയൊരു ആക്സിഡൻ്റ് ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും റീഫ്രഷർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വരുന്നത്. ഈ പഴയ സേഫ്റ്റി റൂൾസ് വീണ്ടും ഓർമ്മിപ്പിക്കാനും ഷാർപ്പൻ ചെയ്യാനും കമ്പനിയിലെ പുതിയ വർക്ക് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നതാണ് അല്ലേ? പിന്നെ അതായത് ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റമോ അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റമോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഹസാർഡ്സും കാര്യങ്ങളൊന്നും അറിയാതെ അവിടെ വർക്ക് ചെയ്യുന്നത് വലിയ രീതിയിലുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു പുതിയ മെഷീൻസ്, ടെക്നോളജി എന്നിവയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാതെ സേഫായിട്ട് വർക്ക് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ട്രെയിനിങ് ആണ് അവയർനെസ് ഉയർത്തുന്നത്, ആറ്റിറ്റ്യൂഡ് മാറ്റുന്നത്, സേഫ്റ്റി കൾച്ചർ ശക്തമാക്കുന്നത്. അപ്പോൾ ഓർക്കുക, എക്സ്പീരിയൻസ് നിങ്ങളെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കും. പക്ഷേ അപ്ഡേറ്റ് ഇല്ലെങ്കിൽ അത് തന്നെ നാളെ നിങ്ങളെ വലിയൊരു അപകടത്തിൽ കൊണ്ടെത്തിക്കും.